അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നടത്തിയ പ്രത്യാക്രമണം ഗൾഫ് മേഖലയിൽ വലിയ സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സൈപ്രസിൽ കൂടി ആക്രമണം വ്യാപിപ്പിച്ചുകൊണ്ട് ഇറാൻ യുറേഷ്യൻ പ്രദേശത്ത് കടന്നു കയറുന്നു. ലിമാസോളിലുണ്ടായ അക്രോട്ടരി ഉള്ള വ്യോമത്താവളം, യുകെയുടെ വ്യോമത്താവളത്തിന് നേർക്കാണ് വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ ഹോർമൂസ് കടലിലും പേർഷ്യൻ ഉൾക്കടലിലും കനത്ത ആക്രമണം തന്നെ ഇറാൻ നടത്തി. 3ഓളം കപ്പലുകൾ മുങ്ങി എന്നുള്ള ഒരു വാർത്ത വരുന്നു. അതിൽ ഒന്ന് യുകെയുടെ ടാങ്കറാണ്, എണ്ണ ടാങ്കറുകളാണ് ഈ ഹോർമൂസ് കടലിടുക്കിലും മറ്റുമുള്ളത്. ഈ എണ്ണ ടാങ്കറുകൾക്ക് തീപിടിച്ച ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നിരുന്നു. ആ എണ്ണ ടാങ്കറുകൾ മുക്കി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് യുകെ US ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. തങ്ങളുടെ ഷിപ്പുകൾ അങ്ങനെ നശിച്ചതിനെ കുറിച്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഇതുവരെ ബ്രിട്ടൻ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കുവാനോ ഇല്ല പ്രതിരോധിക്കുവാനോ ഉള്ള അവസരത്തിനായി തങ്ങളുടെ വ്യോമത്താവളം വിട്ടു നൽകിയിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവർ ഈ ഫൈറ്റിന് ഇല്ലെങ്കിൽ ആക്രമണത്തിന് ബ്രിട്ടൻ അവരുടെ വിമാനങ്ങളൊന്നും അയച്ചിട്ടില്ല. പക്ഷേ വ്യോമത്താവളം ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയിരുന്നു. അതുമാത്രമാണ് ഈ യുദ്ധത്തിൽ നിലവിൽ യുകെയുടെ പങ്ക്. ഇപ്പോൾ യുകെ തീരുമാനിക്കുന്നത് ഏതാണ്ട് 94,000-ഓളം വരുന്ന തങ്ങളുടെ പൗരന്മാരാണ് ഈ മിഡിൽ ഈസ്റ്റിൽ ആകെ ഉള്ളത്, അതായത് ഇസ്രായേലിലടക്കം ഉള്ളത്. ഈ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചൊരു പദ്ധതി അവർ ആലോചിക്കുന്നു. കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ആക്രമണം വരും. ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണ രീതിയാണ്. ഇപ്പോൾ അത് ബ്രിട്ടന്റെ നേരെയിലേക്കും തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാറ്റോ സഖ്യത്തിന്റെ പല രാജ്യങ്ങൾക്കും നേരെ തിരിയും, തങ്ങളുടെ പൗരന്മാർക്ക് നേരെ തിരിയാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഗൾഫ് കൺട്രീസിൽ തന്നെ GCC രാജ്യങ്ങളിൽ തന്നെയുള്ള ചില ഹോട്ടലുകളിൽ അമേരിക്കൻ പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകളാണ് ചിലതൊക്കെ. അതിനെ ലക്ഷ്യം വെച്ചുകൂടിയായിരുന്നു ഇറാന്റെ ആക്രമണം. അപ്പോൾ തങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട് എന്ന് കണക്കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ യുകെ അവരുടെ പൗരന്മാരെ തിരിച്ചു വിളിക്കുന്ന, അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങളിൽ ഒരു പദ്ധതി അവർ തയ്യാറാക്കുന്നു. ഇതിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. മറ്റു രാജ്യങ്ങൾ ആരും തന്നെ അവിടുന്ന് പൗരന്മാരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഇപ്പോൾ യുകെ അത്തരത്തിലാണ് പറയുന്നത്. യുകെ പറയുന്നത് തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനല്ല എന്നുകൂടി പറയുന്നു. തുടക്കം മുതൽ തന്നെ ഈ ഇറാൻ വാറിൽ അകന്നു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു യുകെ സ്വീകരിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.